ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. ഇത് ചൂടോടുകൂടി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പക്കോടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയറും ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. കാൽ ടീസ്പൂണ് ജീരകം. ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ഇഡ്ഡലി ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കലക്കിയെടുക്കാം. ഇഡ്ഡലി മാവിന്റെ പരുവത്തില് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി അല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിൽ കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് വറുത്ത് കോരാം. തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ മാക്സിമം ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം.